ഹരി ഓം. ദശകം 30, ശ്ലോകം 10. പ്രഹ്ലാദവംശജതയാ ക്രതുഭിർദ്വിജേഷു വിശ്വാസദോനു തദിദം ദിതിജോപിലേഭേ യത്തേ പദാംബുഗിരിശസ്യ ശിരോഭിലാള്യം സത്വം വിഭോ ഗുരുപുരാലയ പാലയേധാഹ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. പ്രഹ്ലാദ വംശജതയാ ക്രതുഭിഃ ദ്വിജേഷു. പ്രഹ്ലാദ വംശജതയാ ക്രതുഭിർദ്വിജേഷു വിശ്വാസതഃ. വിശ്വാസതഃ നു തത് ഇദം ദിതിജഃ അപി ലേഭേ. വിശ്വാസതോ നു തത് ഇദം തദിദം ദിതിജോ അപി ലേഭേ. ദിതിജോപി ലേഭേ. അവിടെ ആ പ്രശ്ലേഷ ചിഹ്നമാണ് കാണിച്ചിരിക്കുന്നത്. ദിതിജോപി ലേഭേ. വിശ്വാസതോനു തദിദം ദിതിജോപി ലേഭേ യത് തേ. യത്തേ പദ അംബു. പദാംബു ഗിരിശസ്യ ശിരഃ അഭിലാള്യം. ശിരഃ അഭിലാള്യം. ശിരോഭിലാള്യം. സഹ ത്വം വിഭോ ഗുരുപുരാലയ പാലയേധാഹ. പ്രഹ്ലാദവംശജതയാ ക്രതുഭിർദ്വിജേഷു വിശ്വാസതോനു തദിദം ദിതിജോപി ലേഭേ യത്തേ പദാംബുഗിരിശസ്യ ശിരോഭിലാള്യം സത്വം വിഭോ ഗുരുപുരാലയ പാലയേധാഹ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്ലോകം 10 അന്വയവും അർത്ഥവും നോക്കാം. പ്രഹ്ലാദവംശജതയാ ക്രതുഭിഃ ദ്വിജേഷു വിശ്വാസതഃ നു. പ്രഹ്ലാദവംശജതയാ പ്രഹ്ലാദൻ്റെ വംശത്തിൽ പിറന്നതുമൂലമോ ക്രതുഭിഃ യാഗങ്ങൾ അനുഷ്ഠിക്കയാലോ ദ്വിജേഷു വിശ്വാസതഃ നു ബ്രാഹ്മണരിൽ തികഞ്ഞ വിശ്വാസമുണ്ടായതിനാലോ ദിതിജഃ അപി ഗിരിശസ്യ ശിരോഭിലാള്യം തേ യത് പദാംബുതത് ഇദം ലേഭേ. ദിതിജഃ അപി അസുരനായാലും ഇവന് ഗിരിശസ്യ ശിരോഭിലാള്യം പരമേശ്വരൻ തലയിലേറ്റു ഉപചരിക്കുന്ന തേ യത് പദാംബുതത് ഇദം ലേഭേ. പരമേശ്വരൻ തലയിലേറ്റു ഉപചരിക്കുന്ന നിന്തിരുവടിയുടെ പാദതീർത്ഥം കിട്ടുമാറായി. എന്ന് വെച്ചാൽ എന്താണ്? ഈ ആകാശഗംഗയുടെ ഉത്പത്തി എന്ന് പറയുന്നത് വാമനമൂർത്തിയുടെ ആ പാദാങ്കുഷ്ടത്തിൽ നിന്നുള്ളതാണ്. ആ തീർത്ഥത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ ആകാശഗംഗ പരമേശ്വരൻ്റെ ജടയിൽ പതിച്ചതിന് ശേഷമാണല്ലോ ഭൂമിയിലേക്ക് ഒഴുകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞത് ആ അസുരനാണെങ്കിൽ പോലും ഇവന് പരമേശ്വരൻ തലയിലേറ്റ് ഉപചരിക്കുന്ന ആ നിന്തിരുവടിയുടെ പാദതീർത്ഥം കിട്ടുമാറായി എന്ന്. അപ്പോൾ ആ പാദതീർത്ഥമാണല്ലോ എടുത്ത് ആ അസുരൻ ആ മഹാബലി തലയിലേക്ക് തളിച്ചത്. അതാണ് പറയുക. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഹേ വിഭോ ഗുരുപുരാലയ സഹാത്വം മാം പാലയേധ. അപ്പം അങ്ങനെയുള്ള അല്ലയോ വിഭുവായ ഗുരുവായൂരപ്പ, ആ അങ്ങൊന്ന് എന്നെ രക്ഷിക്കണമേ. അപ്പോൾ ഈ മഹാബലി പ്രഹ്ലാദൻ്റെ അത്രയും ഭഗവാന്റെ അത്രയും ഭക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നല്ലോ പ്രഹ്ലാദൻ. പ്രഹ്ലാദനാണല്ലോ വിഷ്ണുവിൽ ഇത്രയും ഭക്തിയുള്ളത്. ആ പ്രഹ്ലാദൻ്റെ വംശത്തിൽ പിറന്നതാണ് മഹാബലി. അതുകൊണ്ടാണ് പറയുന്നത് പ്രഹ്ലാദൻ്റെ വംശത്തിൽ പിറന്നത് മൂലമാണോ, യാഗങ്ങൾ അനുഷ്ഠിച്ചതുകൊണ്ടാണോ, ഈ ബ്രാഹ്മണരിൽ തികഞ്ഞ വിശ്വാസമുണ്ടായതിനാലോ ആണോ അസുരനായാലും ഇവന് പരമേശ്വരൻ തലയിലേറ്റ് ഉപചരിക്കുന്ന നിന്തിരുവടിയുടെ പാദതീർത്ഥം കിട്ടുമാറായി. അതിനുള്ള ഭാഗ്യമുണ്ടായി. അല്ലയോ വിഭുവായ ഗുരുവായൂരപ്പ,
അവിടുന്ന് എന്നെ രക്ഷിക്കണമേ. പ്രഹ്ലാദവംശജതയാ ക്രതുഭിർദ്വിജേഷു വിശ്വാസതോനു തദിദം ദിതിജോഭിലേഭേ യത്തേ പദാംബുഗിരിശസ്യ ശിരോഭിലാള്യം സത്വം വിഭോ ഗുരുപുരാലയ പാലയേധാഹ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.